ആലത്തൂർ എടാംപറമ്പ് പറക്കുന്നം റോഡ് തകർന്നു. വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ദുരിതത്തിൽ. ആലത്തൂർ എടാംപറമ്പ് പറക്കുന്നം റോഡ് തകർന്നതുമൂലം യാത്രക്കാർ ദുരിതത്തിലായി. 2 വർഷത്തോളമായി തകർന്നു കിടക്കുന്ന റോഡിൽ കുഴികളും ഗർത്തങ്ങളും രൂപപ്പെട്ടതുമൂലം സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും സഞ്ചരിക്കാൻ പ്രയാസപ്പെടുകയാണ്. ബാങ്ക് റോഡ് മുതൽ എടാംപറമ്പ് തടയണ വരെയുള്ള 1/2 കിലോമീറ്റർ റോഡാണ് കുണ്ടും കുഴിയും നിറഞ്ഞ് ശോചനീയമായത്. എത്രയും പെട്ടെന്ന് തന്നെ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഈ റോഡിൻ്റെ ഈ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾക്ക് സ്കൂൾ ബസ് പോകുന്നുണ്ട്, എല്ലാ വാഹനങ്ങളും ഇത് പറക്കുന്ന അവിടെ നിന്ന് അങ്ങോട്ട് കുറേ ദൂരം എരുമയൂർ ആ ഭാഗത്തേക്കും ഇതിലെ തന്നെയാണ് പോകുന്നത്. കണ്ടമാനം വാഹനങ്ങൾ അതിലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് ഇതൊന്ന് കുഴികളടച്ചൊന്ന് റെഡിയാക്കി തന്നാൽ മതി. ഫണ്ടൊക്കെ പാസ്സായി എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇതുവരെ ഈ റോഡിൻ പണിയുടെ കാര്യം പറയുമ്പോൾ ഒരു പാലം വരുന്നുണ്ട്, അതോടുകൂടി നേരെയാക്കാനെന്നുള്ളൊരു സംവിധാനം പറയുന്നുണ്ട്. പക്ഷേ പാലം പണി നടക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ആ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് പഞ്ചായത്ത്. അതൊന്നും നമുക്കറിയുന്ന കാര്യമല്ല. പക്ഷേ ഈ റോഡൊന്നും കാരണം ഞങ്ങൾക്ക് മില്ലിലേക്കൊക്കെ വരുന്ന വാഹനങ്ങൾ, ഒരുപാട് വാഹനങ്ങൾ ഇല്ലെങ്കിലും കൂടി എന്നാലും വരുന്നതല്ലേ. ഇവിടെ MLA ചന്താമരാശൻ MLA വീടുണ്ട്, അവരൊക്കെ ഈ റോഡ് കാണുന്നുണ്ടല്ലോ. അത് ബാങ്ക് റോഡ് തൊട്ടിട്ട് ആ ഗായത്രിപ്പുഴ വരെയും ഈ ഒരു അവസ്ഥയിലാണ്. മഴ തുടങ്ങിയതിനെ തുടർന്ന് യാത്ര തീർത്തും ദുസ്സഹമായിരിക്കുകയാണ്. തൽക്കാലത്തേക്കെങ്കിലും റോഡ് കുഴികളടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരുപാട് കാലമായി റോഡൊക്കെ പൊട്ടിയും പൊളിഞ്ഞിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട്. അത് കൂടാതെ സ്കൂൾ ബസ്സുകൾ ഒരുപാട് യാത്രക്കാർ പോണ വഴിയാണ്. ഇത് ഇന്നലെ അടക്കം ഒരു ലേഡി വന്ന് ഈ മടയിൽപ്പെട്ട് വീഴാൻ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിപ്പോൾ വർഷങ്ങളായി ഇങ്ങനെ കിടക്കണം. 500 കണക്കിന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരു വഴിയാണിത്. പറക്കുന്നത്തേക്ക് പോണ റോഡാണ്. ഫണ്ട് പാസ്സായിട്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് ക്ലിയർ ആക്കിയാൽ അത്രയും നന്നായിരിക്കും. UTV ന്യൂസ്, പാലക്കാട്.